ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു ഈ സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരിച്ചറിയൽ കാർഡ് അഥവാ വോട്ടർ ഐ ഡിയിലെ ഡീറ്റെയിൽസ് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതുവരെ SIRൽ പേര് ഉൾപ്പെടാത്തവർക്ക് SIRൽ പേര് ഉൾപ്പെടുത്താനായിട്ടുള്ള അവസാന ഡേറ്റ് ജനുവരി 22 ആയിരുന്നു. അത് നീട്ടിയിട്ടുണ്ട് ജനുവരി 30. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്തവർ പുതിയ വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്ത് ജനുവരി 30 തന്നെ പുതിയ വോട്ടർ ഐ ഡി അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വോട്ടർ ഐ ഡിയിൽ കറക്ഷൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് താഴെ eci.government.in എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറും ക്യാപ്ചയും കൊടുത്ത് OTP എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇനി നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ക്യാപ്ചയും കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുവാണ്. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. റിക്വസ്റ്റ് OTP, ദെൻ OTP എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇവിടെ നമുക്ക് ഫോം 8 ക്ലിക്ക് ചെയ്യേണ്ടത്. കറക്ഷൻ ആണല്ലോ, നമുക്ക് ഓൾറെഡി ഉള്ള എൻട്രീസിനെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫോം 8 ആണ് ചെയ്യേണ്ടത്. സെൽഫ് ഓർ അതർ എലക്ടർ കൊടുക്കാം. നമുക്ക് നമ്മുടെ ഐഡിയിൽ നിന്ന് മറ്റുള്ളവരുടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സെൽഫ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാണ്. ദെൻ നമ്മുടെ വോട്ടർ ID നമ്പർ, എപ്പിക് ID ഉണ്ടല്ലോ, അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് ഉണ്ട്, കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ, ഇഷ്യൂ ഓഫ് റീപ്ലേസ്മെൻറ്റ് എപ്പിക് വിത്തൗട്ട് കറക്ഷൻ, റിക്വസ്റ്റ് ഫോർ മാർക്കിംഗ് ആസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഇതിലേതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്? കറക്ഷൻ ഓഫ് എൻട്രീസ് ആയതുകൊണ്ട് ഇവിടെ കറക്ഷൻ ഓഫ് എൻട്രീസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഒക്കെ വന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് കൊടുക്കുക, മുന്നോട്ട് പോവുക. നെയിം ഓഫ് ആപ്ലിക്കൻറ്റും വന്നിട്ടുണ്ടാകും, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ താഴെ നമുക്ക് എന്തൊക്കെ കറക്ഷനാണ് വരുത്തേണ്ടതെന്നുള്ളൊരു ചെക്ക് ബോക്സ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റ് എ ടൈം 4 കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാവുന്നതാണ്. നെയിം ചെയ്യാം, ജെൻഡർ ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് ഓർ ഏജ്, റിലേഷൻ ടൈപ്പ്, റിലേറ്റീവ്സ് നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഫോട്ടോ. ഇതിലേതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. നെയിം ആണെങ്കിൽ ആധാറിലെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ആണെങ്കിൽ നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഏതാണോ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നെയിം മാത്രം കൊടുക്കുകയാണ്. ദെൻ നമുക്ക് നെയിം എങ്ങനെയാണോ കറക്റ്റ് ചെയ്ത് വരേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ഡിക്ലറേഷൻ ഉണ്ട്. ഡിക്ലറേഷനിൽ നമ്മുടെ പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ ക്യാപ്ച കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രിവ്യൂ വരുന്നതായിരിക്കും. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക.
ദെൻ ഇ സൈൻ ആൻഡ് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ആധാറിൻ്റെ വന്നിരിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കിതിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാവുന്നതാണ്. അക്നോളജ്മെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അതിനായി നമ്മൾ ആദ്യം കാണിച്ച വിൻഡോയിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താണ് നമ്മുടെ റെഫറൻസ് നമ്പർ, അതായത് അക്നോളജ്മെൻറ്റ് നമ്പർ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സബ്മിറ്റഡ് എന്ന് കാണാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വോട്ടർ ID-യിലെ എൻട്രീസ് കറക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.